അസ്സലാമലൈക്കും. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു ഗ്രീൻ പീസ് കറി പറഞ്ഞിട്ടേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. എനിക്കിത് പെട്ടെന്ന് കഴിയണ പോലെ ആവും. ഗ്രീൻ പീസ് തലേന്നേ കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഉള്ളിയും 2-3 പച്ചമുളകും എരിവിനനുസരിച്ച് അതും ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. വേവിക്കുന്ന മുന്നേ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പ് വേവിക്കുന്ന മുന്നേ ഇടുന്നവരുണ്ട്, വേവിച്ച ഒരു പകുതി ആകുമ്പോൾ ഇടുന്നവരുണ്ട്. ഞാൻ എന്തായാലും വേവിക്കുന്ന മുന്നേ തന്നെയാണ് ഇടാൽ. അതിട്ട് അത് മിക്സിയിൽ അടിക്കാൻ വെക്കുക. ഞാൻ ഗ്രീൻ പീസ് എപ്പം വേവിക്കാൻ വെച്ചാൽ ഒരു 10 വിസിലെങ്കിലും ഞാൻ ഇടും. കാരണം ഒരു 5-6 വിസിൽ കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കുമ്പോൾ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടാവില്ല. അപ്പം അത് വെച്ച് പോകുമ്പോഴത്തേന് നമുക്കൊരു തേങ്ങ പൊളിച്ചെടുക്കാം. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഇനിയിപ്പോൾ ഇത്തിരി കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഗ്രീൻ പീസ് ഒന്നും ഉടഞ്ഞിട്ടില്ല, നന്നായിട്ട് ഉടയാത്ത ലെവലിലെടുത്ത് നേരെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെയും കഴിക്കുക. ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചും കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.